നമസ്കാരം. ഏവരെയും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഥുന മാസത്തിലാണ് എത്തി നിൽക്കുന്നത്. മുമ്പുള്ള മാസങ്ങളെ അപേക്ഷിച്ച് വളരെ ഭാഗ്യമാണ് ഈ മിഥുന മാസത്തിൽ വന്നു ചേരുന്നത്. വ്യാഴം, ശനി, ബുധൻ, ചൊവ്വ, രാഹു എന്നീ പ്രബലരായ 5 ഗ്രഹങ്ങളാണ് ഇവിടെ അനുകൂലാവസ്ഥയിൽ മിഥുനം മാസത്തിലെത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു 6 മാസക്കാലം ഈ മിഥുനമാസം തുടങ്ങി ഒരു 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹാഭാഗ്യമാണ് 6 നക്ഷത്രക്കാർക്ക് വന്നണയുന്നത്. അപ്പോൾ ഒരു ഡിസംബർ വരെയുള്ള സമയം ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ വമ്പൻ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ദൈനംദിനമായിട്ടുള്ള നിങ്ങളുടെ ദിനംപ്രതിയായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഒരു മാറ്റം ദൃശ്യമാകുന്ന ഒരു സമയം തുടങ്ങി. മിഥുനം തൊട്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ മിഥുനത്തിൽ രവിസംക്രമം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും ഈ 1-ാം തീയതി മുതൽ ഒരു മാറ്റം ജീവിതത്തിൽ മൊത്തത്തിൽ എന്തോ ഒരു പ്രസരിപ്പൊക്കെ തോന്നിയിട്ടുണ്ടാകണം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ 5 ഗ്രഹങ്ങൾ പരിപൂർണമായ ഭാഗ്യം നൽകുകയാണ് 6 നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വമ്പൻ നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി വളരെയധികം മാറ്റമുണ്ടാകും. അല്പം ശത്രുശല്യം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള ഒരു സമയമാണ്. ഇനി അങ്ങോട്ടുള്ള സമയം വളരെ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. 6 ഭാഗ്യശാലികളായ നക്ഷത്രക്കാർക്കാണ് ഇനി നീണ്ട ഒരു ഭാഗ്യത്തേരിലേക്ക് കയറാൻ യോഗം വന്നിരിക്കുന്നത്. 5 ഗ്രഹങ്ങളുടെ ശുഭകരമായ ദൃഷ്ടി ഈ 6 നക്ഷത്രക്കാരുടെ മേൽ പതിയാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ദൃശ്യമാകുമെന്നതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല. ക്ലേശങ്ങളൊക്കെ മാറുന്നതാണ്. ഒരു മാറ്റത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ വന്നു ചേരുന്നതാണ്, സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ നേട്ടം ധാരാളമായി എത്തുന്നതാണ്. ഒരു ഭാഗ്യ കുതിപ്പുണ്ടാകുന്നതാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ ലോട്ടറി അടിക്കാനൊക്കെയുള്ള യോഗം ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും. വലിയ ഒരു തുകയെന്ന് പറയുന്നില്ല, ചെറിയ തുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു നേട്ടം, സാമ്പത്തികമായൊരു നേട്ടമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. 6 നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു മിഥുനമാസത്തിൽ തുടങ്ങി ഒരു 6 മാസക്കാലം ഒന്നിടവിട്ടുള്ള സമയങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഓണത്തോടൊക്കെ അടുത്ത് വരുമ്പോഴേക്കും വളരെ വലിയൊരു മാറ്റം സാമ്പത്തികമായി വന്നു ചേരും നിങ്ങൾക്ക് 6 നക്ഷത്രക്കാർക്ക്. 6 നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. പൂയം നക്ഷത്രമാണ് ആദ്യമായി വരുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് ഒരു മിഥുനം പകുതിയോടുകൂടിയായിരിക്കും വളരെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. ഒരു ജ്വലനം ഉണ്ടാകും. ഒരു ജ്വലിച്ച അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരും. ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കൂടി നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണ്. അശ്രദ്ധ ചിലപ്പോൾ ആപത്ത് വിളിച്ചു വരുത്തും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ അനിവാര്യം. കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ കൂടെ എന്തിനു കൂട്ടുകൂടുന്നവരെയും അല്പം ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്നത് വളരെയധികം മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. ചില ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഒഴിഞ്ഞു മാറുക എന്നൊക്കെ പറയാറില്ലേ, അതേ അവസ്ഥ തന്നെ. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഒരു കരുതൽ അത്യാവശ്യമാണ്. വൻപൻ സാമ്പത്തിക മാറ്റം വരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സമ്പത്ത് മറ്റുള്ള പലരും അപഹരിച്ചെടുക്കരുതല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് അല്പം കരുതൽ അനിവാര്യമാണെന്ന്. മകം നക്ഷത്രമാണ് അടുത്തതായി വരുന്നത്. കർമ്മമേഖല കൊണ്ട് നേട്ടമുണ്ടാകും. വിദ്യ കൊണ്ട് വിജയമുണ്ടാകുന്ന സമയമാണ്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം ഞാനത് ചെയ്തു എന്ന്. ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മൾ എന്തിനു ശിക്ഷ അനുഭവിക്കണം? അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മനസാന്നിധ്യം കൈവിടരുത് ഏത് പ്രവൃത്തിയിലും. ചിലപ്പോൾ നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾക്ക് എതിരെയുള്ള ചില വാക്കുകളോ പ്രവൃത്തികളോ വന്നു ചേരാനുള്ള സാധ്യത ഈ ഒരു സമയം ഉണ്ടാകും. അപ്പോൾ സാമ്പത്തികമായി പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാർക്കും വമ്പൻ മാറ്റം വരും. അപ്പോൾ നമ്മൾക്ക് സാമ്പത്തികമായി ഒരു മാറ്റം വരുമ്പോൾ നമുക്കിടെ അല്ലെങ്കിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അതത്ര രസിച്ചെന്ന് വരില്ല. സമ്പത്ത് അങ്ങനെയല്ലേ, മറ്റൊരുത്തൻ്റെ കയ്യിൽ ധനം ഇരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് അയ്യോ അവൻ്റെ കയ്യിൽ ധനം വന്നു എനിക്കതില്ല എന്നൊരു കണ്ണുകടി വന്ന് ചേർന്ന് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എത്ര വലിയ ബന്ധമാണെങ്കിലും അവിടെ പിന്നെ ആ വ്യക്തിയുടെ മനസ്സിലൊരു നെരിപ്പോടായിരിക്കും. കാരണം എനിക്ക് കിട്ടുന്നില്ല, അവന് കിട്ടുന്നല്ലോ എന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് വളരെ സമ്പത്ത് വന്നു ചേരുന്ന, സാമ്പത്തികമായ ഒരു ഉയർച്ച വരുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ കണ്ണുകടി ഉണ്ടാവുകയും നിങ്ങളെ ഒന്ന് തരം താഴ്ത്തി കളയാമെന്ന ചിന്തന അവരുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. അതുകൊണ്ട് തന്നെ കൂടെ ഉള്ളവരെയൊക്കെ എപ്പോഴും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യം ആരുമായും പങ്കിടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
ഉത്തരം നക്ഷത്രക്കാർക്കും ഇതേ അവസ്ഥയാണ്. ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നത് നിമിത്തം അല്പം വഴക്ക് വക്കാണ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അവിടെയും സമ്പത്ത് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറും. സമ്പത്തില്ലാത്തൊരവസ്ഥയിൽ നിന്ന് സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് അതത്ര പിടിക്കാത്തൊരവസ്ഥ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഈ 6 നക്ഷത്രക്കാരും മെയിനായിട്ട് ചെയ്യേണ്ടത് ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മുടെ കണക്ക് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ധനത്തിൻ്റെതായ കണക്കുകൾ, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിനെ പറ്റിയുള്ള കണക്കുകൾ നിങ്ങളും സൂക്ഷിക്കുക. അല്ലെങ്കിൽ കൂടെ പാർട്ണറായിട്ടുള്ള ആൾ സൂക്ഷിക്കും, ഞാനൊന്നും ചെയ്യേണ്ട എന്ന രീതിയിൽ പോകരുത്. പിന്നീട് കണക്കുകൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളതില്ല. ശ്രദ്ധിക്കുക. ആരുമായി വാക്കുകൾ കൊണ്ടുള്ള പോരിനൊന്നും ഈ ഒരു സമയം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. നല്ലൊരു സമയമാണ്. ശത്രുക്കളെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എങ്കിൽ പോലും ശത്രുക്കളുമായി നേർക്ക് നേർ നിന്നുള്ള യുദ്ധങ്ങൾക്കൊന്നും ഈ ഒരു സമയം പോകാതിരിക്കുക. വരുന്ന ഓണത്തോടു കൂടിയൊക്കെ വളരെയധികം, അതായത് ചിങ്ങമാസത്തിലൊക്കെ വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. എടുത്തു പറയേണ്ട നക്ഷത്രം തന്നെയാണ് ചോതി. ദേഷ്യപ്പെട്ടുള്ള സംസാരങ്ങൾ കഴിവതും ഒന്ന് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ജൂൺ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ വലിയ ഒരു മാറ്റം, വലിയ വമ്പൻ ഒരു സാമ്പത്തിക മാറ്റം, ചിലപ്പോൾ സമ്പത്ത് വരുന്ന ലോട്ടറി മുഖേനയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും സാമ്പത്തികമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദൈവാധീനം നന്നായിട്ട് വേണ്ടുന്ന സമയം കൂടിയാണ്. കാരണം ആര് ശത്രുവായിട്ട് വന്നു നിന്നാലും ദൈവാധീനം ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. തൃക്കേട്ട നക്ഷത്രമാണ് അടുത്തതായി വരുന്നത്. വ്യാഴം വളരെ അനുകൂലമായതിനാൽ വളരെ ഉന്നതമായ ഒരു ധന യോഗം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ബുധൻ്റെ ഒരു മൗഢ്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അല്പം കൂടി തങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണമൊക്കെ കൃത്യമായി സമയത്തിന് കഴിക്കുക. അപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ കൃത്യത പാലിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള ചില വീഴ്ചകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. വമ്പൻ നേട്ടങ്ങളാണ് ഇനി മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തികമായി ഒരുപാട് അധപ്പതനം ഉണ്ടായിരുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ മാറുകയാണ്. ഇനി വളരെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കൃത്യത പുലർത്തുക. ആരുമായും നിങ്ങളുടെ സമ്പത്തിൻ്റെതായ തോതുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ വരവ് എങ്ങനെയാണ്, ഉറവിടം എങ്ങനെയാണ് ഒന്നും ചർച്ച ചെയ്യാൻ പോകാതിരിക്കുക. അതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. തിരുവോണം നക്ഷത്രമാണ് അടുത്തത്. അപ്പോൾ ജൂലൈ പകുതിയോടുകൂടിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാറ്റം വന്നു ചേരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം മാറ്റം ഇല്ല എന്നല്ല, എങ്കിലും ജൂലൈ 20 ശേഷമുള്ള സമയം വമ്പൻ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത്. പുതിയ ഗൃഹത്തിലൊക്കെ താമസിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഗൃഹം മാറേണ്ടതായ ആവശ്യങ്ങളും വരും. ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ മക്കളുടെ അടുത്തേക്ക് പോകേണ്ടതായ അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയായാലും ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായ അവസ്ഥ വരുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും. ഒരു നവംബർ ഡിസംബർ ഒക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയമായിരിക്കും. വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടം ആ ഒരു സമയത്ത് നിങ്ങളെ തേടിയെത്തുന്നതാണ്. കർമ്മവിജയം ഉണ്ടാകും. ഉത്തമമായ വിവാഹ യോഗമൊക്കെ ഈ ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നവഗ്രഹ സ്തോത്രം ജപിക്കുകയും നവഗ്രഹ ആരാധനയൊക്കെ നടത്തുകയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്യേണ്ടതാണ് ഈ ഒരു സമയം. പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ്. നല്ല ഒരു അവസരത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന വളരെയധികം ഇരട്ടി നേട്ടങ്ങൾ നൽകുന്നതാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ചയാണ് നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്.